പ്രജിതേ, ഈ ഭീകരത വളർത്തുന്ന പാകിസ്ഥാന് അതേ അളവിൽ തന്നെ തിരിച്ച് തല്ല് കിട്ടുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ തന്നെ ഒരു തല്ല് കിട്ടിയതേ ഉള്ളൂ. അതെ, ആ തല്ല് എന്ന് പറയുന്നത് അവിടെ ഒരു ചാവേർ ബോംബാക്രമണം അല്ലെങ്കിൽ ചാവേർ ആക്രമണം എന്ന് പറഞ്ഞാൽ മതി. ചാവേർ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടുത്തെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പത്തൂൺഖ്വ പ്രവിശ്യയിലാണ്. ആ ഭാഗത്തുള്ള വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സൂയിസൈഡ് ബോംബിംഗ് നടന്നിട്ടുണ്ട്. 13 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 14 ടെററിസ്റ്റുകളെ അവർ ഇല്ലാതെയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ പരിക്കേറ്റിരിക്കുന്നത് 2 കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ 29 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അതിൽ പറയേണ്ട ഒരു കാര്യം, ഇത് ഉണ്ടായ ഉടനെ തന്നെ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഇത് ഇന്ത്യയാണ് എന്നുള്ളത്. ചാവേറാണ്, പക്ഷെ ആ ചാവേറിനെ അയച്ചത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അത് അവരുടെ സംസ്കാരമല്ല, ഇന്ത്യയുടെ സംസ്കാരം എന്ന് ഇനിയും പാകിസ്ഥാനെ മനസ്സിലാവാത്തതിലൊരു പ്രശ്നം അവിടെ എന്ത് അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ചെയ്യാൻ പറ്റുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ത്യ അപ്പൊ തന്നെ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു ഏജന്റ് ആയിട്ടുള്ള ഫിത്ന അൽ ഖ്വാരിജ് എന്ന് പറയുന്ന ഏജന്റ് മുഖേനയാണ് ഈ ഒരു ചാവേർ ആക്രമണം അവർ നടത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഖൈബർ പത്തൂൺഖ്വ മേഖലയിൽ നടന്നിട്ടുള്ള ഏറ്റവും മാരകമായിട്ട് ഉള്ള ഒരു ദിവസം കൊണ്ട് നടന്നിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വടക്കൻ വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള മിർ അലി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഖാദി മാർക്കറ്റ്, ആ ഖാദി മാർക്കറ്റിൽ ബോംബ് നിർവീര്യമാക്കുന്ന ആ ഭാഗത്ത് തന്നെ ബോംബ് നിർവീര്യമാക്കുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സൈനിക യൂണിറ്റ് ഉണ്ട്. നിർവീര്യമാക്കുന്ന ജോലി ചെയ്യുന്ന ഒരു സൈനിക യൂണിറ്റ്. ആ യൂണിറ്റിലേക്ക് ഈ ചാവേർ സ്ഫോടക വസ്തു നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. തുടർന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നിരിക്കണം, വെടിയുതിർത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTP അതാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ തന്നെ മറ്റൊരു വിഭാഗമായിട്ടുള്ള ഉസൂദ് ഉൽ ഹർബ് എന്ന് പറയുന്ന വിഭാഗമാണെന്ന് പറയുന്നത്. ഈ വിഭാഗത്തിലേക്ക് വരുമ്പോഴാണ് അത് അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഭീകരവാദ സംഘടനയാണിത്. അപ്പോൾ 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്ന ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം അവിടെ വഷളാകുന്നുണ്ട്. അപ്പൊ അതിർത്തി കടന്നുള്ള എന്താ പറയാ അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എതിരാളികളെ, അതായത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇരു കൂട്ടരും പിന്തുണയ്ക്കുന്നുവെന്ന് ഇരു കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതില് അതിർത്തി പ്രശ്നങ്ങളിൽ നോക്കുമ്പോൾ ഡ്യൂറന്റ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അതിർത്തിയാണ് ഈ ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത്. അത് ഇപ്പോഴും അവിടെ തർക്ക വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലൈൻ അഫ്ഗാനിസ്ഥാൻ അതൊരു ഔദ്യോഗിക വിഷയമായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായി അവരുടെയാണ് ഇവരുടെയാണ് ഒന്നും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് പഷ്തൂൺ ആധിപത്യമുള്ള അഫ്ഗാൻ പ്രദേശങ്ങളിൽ അഫ്ഗാൻ പാകിസ്ഥാൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടെ അവിടെ ഇങ്ങനെ എന്താ പറയാ പൂത്തിരി പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊന്ന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് ഈ അതിർത്തി കടന്നുള്ള ഭീകരത എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെയും പാകിസ്ഥാന്റെ മണ്ണിൽ ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയെ അഫ്ഗാൻ താലിബാൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്തുണയ്ക്കുക മാത്രമല്ല സംരക്ഷിക്കുക കൂടെ ചെയ്യുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഈ 2 വിഭാഗങ്ങൾക്കും അത്യാവശ്യം തീവ്രവാദ ബന്ധം ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഉണ്ടല്ലോ. അപ്പൊ അതുള്ളത് കൊണ്ട് നമുക്ക് അതിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയല്ലാണ്ട് മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ആ രേഖയുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂറന്റ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ ഇരുവരും തമ്മിൽ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്താൻ ഇരു കൂട്ടർക്കും സാധിക്കാത്ത ഒരു അവസ്ഥ. അതെ. അപ്പോ അഫ്ഗാൻ താലിബാനുമായിട്ട്
പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വേരുകൾ പങ്കിടുന്ന ഈ TTP എന്ന് പറയുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭീകര സംഘടന പാകിസ്ഥാനിൽ ഗണ്യമായിട്ട് ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥികളുടെ കാര്യത്തിലും സമ്മർദ്ദം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ പ്രേരിപ്പിക്കുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്, അതിൽ വളരെ അമർഷം ഇവർക്കുണ്ട്, അഫ്ഗാനുണ്ട്. മറ്റൊന്ന്, അതിർത്തിയിലെ സംഘർഷങ്ങൾ, ഇത് ചാവേർ ബോംബാക്രമണങ്ങളൊക്കെ ആയിട്ട് ഈ സംഘർഷം ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് സംഘർഷങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകളും നയതന്ത്ര ചർച്ചകളും ഒക്കെ നടത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങും എത്തൂല, പകുതി വഴിക്ക് വെച്ച് പൊട്ടിച്ചീറ്റി പോകും. അങ്ങനെയാണ്. ഒരേ സ്വഭാവമുള്ളവരായതുകൊണ്ട് അതെ, അത് ഞാൻ തൊമ്മനഴിയുമ്പോ ചാണ്ടി മുറുകും എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ പാകിസ്ഥാനിലെ കാബൂളിലെ നയതന്ത്ര പ്രാതിനിധ്യം, കാബൂളിലുള്ള നയതന്ത്ര പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഇസ്ലാമാബാദിലെ പ്രാതിനിധ്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേരില്ല. അപ്പൊ ഇത് സംഘർഷങ്ങൾക്ക് കുറവ് വരുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പൊട്ടലും ചീറ്റലും സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് കൂട്ടരും പ്രാതിനിധ്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതെ, അതിനിടയിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാൻ അളിയാ എന്ന് പറഞ്ഞു വെച്ചിട്ട് രണ്ടു കൂട്ടരും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അതിനിടെ ഈ ശ്രമങ്ങൾക്കിടയിലും ഒക്കെയാണ് ഈ അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധങ്ങൾ സങ്കീർണവും സംഘർഷത്തിന്റെയും ഒക്കെ ഒരു മിശ്രിതമാണ്. ഇത് എവിടെ അവസാനിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനിടയിൽ പാകിസ്ഥാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആക്രമണം ഉണ്ടായ പാട് വേഗം കൊണ്ടുവന്ന് അത് ഇന്ത്യയുടെ തലയിലേക്ക് വെക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാന്റെ റൂട്ടല്ല നമ്മുടേത്, അവരുടെ സംസ്കാരമല്ല നമ്മുടേത്. ആ സംസ്കാരത്തിൽ ഊന്നിയല്ല ഇന്ത്യയുടെ നിലപാടുകൾ ഇതുവരെയും പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്നത് എന്താണോ അത് പാകിസ്ഥാന്റെ തൊട്ടിപ്പുറത്ത് നിന്ന് പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. അതായത് ഒരു കാര്യമില്ലാതെ ഇന്ത്യ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നേരെ തിരിച്ചുള്ള അടി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് വേണം, അതൊരു ഈ പറയുന്ന പോലെ ഒരു ചെയിൻ ആണല്ലോ. നമ്മൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പാകിസ്ഥാന്റെ കാര്യം, കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ആക്രമണമൊക്കെ നടത്തുമ്പോൾ അത് ഇന്ത്യയാണ് ഞങ്ങൾക്ക് ഉള്ളിൽ നടത്തിയത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുക. കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്കുള്ള ഒരു ഇമേജ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നടപ്പാവാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നത് ട്രസ്റ്റബിൾ കൺട്രി എന്നുള്ള നിലയിലേക്ക് എന്നേ വളർന്നു കഴിഞ്ഞു. അത് നമുക്ക് ഒരിക്കലും കളഞ്ഞു കുളിക്കാനൊന്നും പറ്റില്ല. അതിനനുസരിച്ച് പിന്നെ തീവ്രവാദത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമുക്കെതിരെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ പോലും ഇല്ലാതെയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഉള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ അടിച്ചോ എന്ന് പറഞ്ഞ് ഒരു തീവ്രവാദ സംഘത്തെ ഏൽപ്പിക്കുകയോ അവരെ വളർത്തുകയോ ചെയ്യേണ്ട ഒരു കാര്യം അത് ഇന്ത്യയുടെ സ്റ്റാൻഡ് വെച്ച് അതില്ല. കാലങ്ങളായിട്ട് അതിപ്പോ കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും കോൺഗ്രസ് ഭരിച്ചു, എന്താ പറയാ, ഒരു വികസനം ഉണ്ടായില്ല, അങ്ങനെ പല ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ വെച്ചിട്ടൊന്നും വളം വെച്ചു കൊടുത്ത് നമ്മൾ ഒരു പാർട്ടിയും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു കാലയളവിൽ ഒട്ടും അനുവദിക്കില്ല. തീവ്രവാദത്തിനെതിരെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പോകുന്നത്. അതെ, ഒന്ന് ഇട്ടുപിടിക്കാൻ നോക്കുന്നുണ്ട് പാകിസ്ഥാൻ. പക്ഷെ അവിടെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നവർ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിലേക്ക് കൂടി കാര്യങ്ങൾ വരുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞതും തീർത്തും ബ്ലണ്ടർ ആണ് എന്നുള്ളത് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാവും. കാരണം പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ ആയിരിക്കാം എന്നുള്ളതാണ്, ഇന്ത്യ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. തെഹ്രീക്ക് താലിബാൻ തന്നെ ഇത് ഏറ്റെടുക്കുമ്പോൾ അത് മനഃപൂർവ്വം ഇന്ത്യയുടെ തലയിലേക്ക് വെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു കൂടി ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയും.